അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു തബാറകല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന ആ സൂറത്തുണ്ടല്ലോ, ഒരുപാടൊന്നുമില്ല വാപ്പാ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2.25 പേജ് 30 ആയത്തുകളാണുള്ളത്. റസൂലുള്ളാഹിയുടെ മുന്നിൽ വന്നിട്ട് പേടിച്ചുകൊണ്ട് പറയുന്നു, നബിയേ, ഖബറിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുന്ന നബിയേ, അത്ഭുതമായിട്ട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, അതിൽ അത്ഭുതമൊന്നുമില്ല, സൂറത്തുൽ മുൽക്ക് ഓതുന്നവൻ ഇതിനേക്കാളും അത്ഭുതമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, പ്രിയമുള്ളവര്, പണ്ടൊക്കെ ഉമ്മമാര് നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് മഗ്രിബ് കഴിയുമ്പോ സൂറത്തുൽ മുൽക്ക് ഓതുമായിരുന്നു. ആ 30 ആയത്തുകൾ ഓതുമായിരുന്നു. കാരണം അത് 6 അടി മണ്ണിലെ വെളിച്ചമാണ്, അത് 6 അടി മണ്ണിന്റെ അകത്ത് നിനക്ക് പ്രകാശമാണ്, അതുകൊണ്ട് നിനക്ക് പ്രയോജനമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അത് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസമല്ല, സുബഹി നമസ്കാരത്തിൽ ഉസ്താദന്മാരെന്ന് ഓതുന്ന ഒരു സൂറത്തുണ്ട്. വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിൽ ഉസ്താദ് ഓതുന്ന ഒരു സൂറത്തുണ്ട്. ഏത് സൂറത്താ? പറഞ്ഞങ്ങാതി ഏത് സൂറത്താ? സൂറത്ത് സജദ. അതും ഒരുപാട് ആയത്തൊന്നുമില്ല, അതും 3 പേജേ ഉള്ളൂ. സൂറത്തു സജദ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യന് സൂറത്തുൽ മുൽക്കും സൂറത്തു സജദയും ഈ 2 അധ്യായങ്ങള് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓതിയാ അവന് ഉംറ ചെയ്ത കൂലിയുണ്ടെന്നാണ്. മറ്റൊരു ഹദീസിൽ ഹജ്ജും ഉംറയും ചെയ്ത കൂലി. അല്ലാഹുവേ, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില് സൂറത്തുൽ മുൽക്ക് തബാറകല്ലദീ, അതുപോലെ സൂറത്തു സജദ, ഈ 2 അധ്യായങ്ങൾ ഓതുന്ന മനുഷ്യന് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് ഹദീസിൽ കാണാം. എല്ലാ ദിവസവും ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം കിട്ടിയവർ, എല്ലാ ദിവസവും ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം കിട്ടിയവർ, എന്റെ പ്രിയമുള്ളവരെ, ഇതിനേക്കാളും വലിയ പ്രതിഫലമെന്താ? എന്റെ പ്രിയമുള്ളവരെ, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിലെ കാര്യമാ പറയുന്നത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോ സുബ്ഹാനല്ലാഹ്, ഇശാഇന്റെ ബാങ്ക് വിളിക്കാ സമയമായി, ഇശാഇന്റെ ബാങ്ക് വിളിക്കാ സമയമായി. പടച്ചവനെ, നിസ്കാരപ്പായിൽ വെറുതെ ഇരുന്നാൽ ഒരു അമലും നീ ചെയ്യണ്ട. ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കാരപ്പായിൽ ചുമ്മാതിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അൽ മലായികത്തു തുസല്ലി അലാ അഹദികും മാദാമ ഫീ മുസല്ലാ അല്ലദീ സല്ലാ ഫീഹി മാ ലം യുഹദിസ് തഖൂൽ അല്ലാഹുമ്മഗ്ഫിർ ലഹു അല്ലാഹുമ്മഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഇർഹംഹു. ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിൽ ഓടല്ലേ വാപ്പാ, ഓടല്ലേ ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരെ, നമസ്കാരം കഴിഞ്ഞാൽ ഒരല്പനേരം നിങ്ങളെ മുസല്ലക്കകത്തിരിക്കണേ. തിരുതി കാണിക്കല്ലേ, തിരുതി കാണിക്കല്ലേ, എഴുന്നേറ്റ് ഓടല്ലേ നിസ്കാരപ്പായില. അവിടെ ഇരുന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ. ഫർള് നമസ്കരിച്ചിട്ട് ഒരു മനുഷ്യന് അതേ ഇരിപ്പിലിരുന്നു കൊണ്ട് സംസാരിക്കാതെ ദുആ ചെയ്ത അവന്റെ ദുആയിന് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ പറഞ്ഞു തന്നത്. അതുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യൂ. നീ ദിക്ർ പറയാതെ ആ നിസ്കാരപ്പായിൽ മിണ്ടാതിരുന്നാൽ, നീ ദുആ ചെയ്തില്ലെങ്കിലും, നീ ദിക്ർ പറഞ്ഞില്ലെങ്കിലും, നീ ഖുർആൻ ഓതിയില്ലെങ്കിലും, ആ നിസ്കാരപ്പായിൽ ഇരിക്കുന്ന സമയത്തോളം അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, ഈ മനുഷ്യന് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഒരു 10 മിനിറ്റ് ഇരുന്നാൽ നീ ഒന്നും ചെയ്യാതെ, ദിക്ർ പറയാതെ, നീ ചുമ്മാതെ നിസ്കാരപ്പായിലിരുന്നാലും അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. നാഥാ, ഈ പാപപ്പെട്ടവന് പുറത്തു കൊടുക്ക് തമ്പുരാനെ.
പാപങ്ങൾ പുറത്തു കൊടുക്കല്ലാഹുവേ. പടച്ചവനെ കരുണ ചൊരിയ തമ്പുരാന്, നിന്റെ മുന്നിൽ ഇരിക്കുന്നവനല്ലേ അല്ലാ, പല പല പ്രയാസങ്ങളുള്ളവനാ അല്ലാ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവനാ അല്ലാ, രോഗിയാണല്ലാ, സമാധാനമില്ലാത്തവനാണല്ലാ, ഇവനോട് നീ കരുണ കാണിക്ക തമ്പുരാനെ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, പടച്ച റബ്ബിന്റെ ദീനിന് കാവൽ നിൽക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന മൂന്നാമത്തെ വിഭാഗമാരെന്നറിയുമോ? ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹുവാ പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ നിർത്തുകയാണ്, പത്തരയായി നിർത്തുകയാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പടച്ചവരെ സഹാബത്തൊക്കെ ഇരിപ്പുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ അവിടെ ഇരിക്കുമ്പോ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കാല ബൈനമാ ജിബ്രീലു ഖായിദുൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅ തഖീല മിൻ ഖൗലിഹി ഫറഅസഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പ്രവാചകനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ, അല്ലാഹുവേ, ആകാശത്തൊരു ശബ്ദം കേൾക്കുകയാണ്, ആകാശത്തൊരു ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദമങ്ങ് കേട്ട് കഴിയുമ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം തല ഉയർത്തുകയാണ്, ആകാശത്തേക്ക് തല ഉയർത്തുകയാണ്. പടച്ചവരെ, അവിടുന്ന് തല ഉയർത്തിയിട്ട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ ശബ്ദം കേട്ടയുടനെ ആകാശത്തേക്ക് തല ഉയർത്തുകയാ, അത് കഴിഞ്ഞ് തല താഴ്ത്തുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഫഖാല ഹാദാ ബാബും മിനസ് സമാ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, ശബ്ദം കേട്ടത് എന്തെന്നറിയുമോ നബിയേ? ആകാശത്തിലൊരു കവാടം തുറന്നു, ആകാശത്തിലൊരു കവാടം തുറന്നു. മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുകയാ, യാ റസൂലല്ലാഹ്, ആകാശത്തിലൊരു കവാടം തുറന്ന ശബ്ദമാണ് നബിയേ. ഒരു മലക്കിറങ്ങി വന്നു, ഒരു മലക്കിറങ്ങി വന്നു. എന്നിട്ട് അവിടുന്ന് സലാം പറയുകയാ. മുത്തുനബിയുടെ മുന്നിലിരിക്കുന്ന ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിന്റെ മുന്നിലേക്ക് ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു വന്നിട്ട് ഒരു മലക്ക് സലാം പറയുകയാ. എന്നിട്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, രണ്ട് പ്രകാശം കൊണ്ട് സന്തോഷ വാർത്ത പറഞ്ഞിരിക്കുന്നു നബിയേ. രണ്ട് പ്രകാശത്തിന്റെ സന്തോഷ വാർത്ത എന്റെ പ്രിയമുള്ളവരെ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുകയാ. നബിയേ, അങ്ങയ്ക്ക് മുമ്പുള്ള ഒരു പ്രവാചകനും കൊടുത്തിട്ടില്ല. അങ്ങയുടെ മുമ്പ് കടന്നു വന്ന ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള ഒരു പ്രവാചകന്മാർക്കും അല്ലാഹു കൊടുക്കാത്ത രണ്ട് പ്രകാശത്തെ കുറിച്ച് മലക്ക് സന്തോഷ വാർത്ത പറഞ്ഞിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, ആ രണ്ട് പ്രകാശമേതാ? ലോകത്ത് കടന്നു വന്ന ഒരു പ്രവാചകന്മാർക്കും അവരുടെ അനുയായികൾക്കും കിട്ടാത്ത എനിക്ക് മാത്രം അല്ലാഹു നൽകിയ ആ രണ്ട് പ്രകാശമേതാണ് ജിബ്രീൽ? മുത്തുനബി ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, അത് ഖുർആനിലെ രണ്ട് ആയത്താണ് നബിയേ. അത് ഖുർആനിലെ രണ്ട് ആയത്താ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, ഈ
പറയുന്ന രണ്ടായത്തുകൾ നിങ്ങൾക്കൊന്ന് മുറുകെ പിടിക്കാൻ കഴിയുമോ? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങൾക്കറിയാത്ത ആയത്തല്ല, പച്ചവെള്ളം പോലെ അറിയുന്ന രണ്ടായത്തുകള്. എന്റെ പ്രിയമുള്ളവരെ, ഇത് രണ്ടും പ്രകാശമാണ്. ഇത് ഒന്നല്ലാഹുവേ, ഇത് മുറുകെ പിടിക്കുന്നവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ രണ്ട് ആയത്തുകൾ ഞാൻ പറഞ്ഞു തരാ. ഇതൊന്ന് മുറുകെ പിടിക്കാൻ കഴിയുമോ? ഇത് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിയുമോ? നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. കരുണക്കടലായ അല്ലാ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഖുർആനിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ പെടുത്തണേ നാഥാ. ഈ ആയത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നീ പ്രകാശിപ്പിക്കണേ അല്ലാ, ഞങ്ങളുടെ ജീവിതം പ്രകാശിപ്പിക്കണേ അല്ലാ. മരിച്ചു കിടക്കുമ്പോ ഞങ്ങളുടെ മുഖത്ത് പ്രകാശം തരണേ അല്ലാ. നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുത്ത് നബിയെ ശബ്ദം കേട്ടത് എന്തെന്നറിയോ? ഒരു മലക്ക് വന്നിട്ട് ഒരു കവാടം തുറന്നു. ആകാശത്ത് നിന്നൊരു കവാടം തുറന്നിട്ട് ഒരു മലക്ക് സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് വരെ അങ്ങയുടെ മുമ്പുള്ള ഒരു പ്രവാചകന്മാർക്കും കൊടുക്കാത്ത ഒരു സമ്മാനം, രണ്ടായത്തുകൾ. എന്നിട്ടത് പറഞ്ഞു, സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു. ഈ രണ്ടായത്തുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ മുറുകെ പിടിക്കോ? എവിടെ പിടിക്കും? എവിടെ? മുറുകെ ഇങ്ങോട്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞത് ഇപ്പൊ മുറുകെ പിടിച്ചോണ്ടിരിക്കുക, ഓർമ്മ തന്നെ ഇല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഇവിടെ പറഞ്ഞ നിർത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലാസ് അവസാനിച്ചപ്പോ ഇവിടെയാ നിർത്തിയത്. ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുക, നമ്മള് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുക. അപ്പൊ ഈ പറയുന്ന രണ്ടായത്തുകൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. ജീവിതത്തിൽ ചെയ്യുവോ? അതോ മറ്റേ ചങ്ങാതി കൊല്ലത്ത് പോയതുപോലെ ആവുമോ? ഉറപ്പല്ലേ? വാക്കാ എന്ന് കൈ പൊക്കിക്കേ. അരക്കയ്യന്മാരെന്ത് പൊക്കട? വലത് കൈ പൊക്കട ചങ്ങാതി, വലത് കൈ. അവിടെ ഇടത് വിഭാഗം ഒന്നുമില്ല, വലത് വിഭാഗമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അൻസാരി എണ്ണ ഉണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഓടി നടക്കുക കമ്മിറ്റിക്ക്. എൻ്റെ കൂടെ മംഗലാപുരം വരെ വന്ന് ഉറക്കമില്ല, വെളിച്ചമില്ല, ഓട്ടവാ പാവം. അൽഹംദുലില്ലാഹ്. പള്ളിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി സഹോദരങ്ങൾ ആലോചിക്കുക. ഈ ചങ്ങാതിയുടെ പെണ്ണുമ്പിള്ള എങ്ങാനും കണ്ട ഓടിക്കും വീട്ടിൽ പോയി. ഞാൻ പോകാറില്ല, ഷാജിക്കാടെ വീട്ടിലോട്ട് പോകാറില്ല. കാരണം ഭാര്യ എന്നെ നോക്കിയിരിക്കുക. ഈ 1.5 കയ്യും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക. 2 സർജറി കഴിഞ്ഞു. ഇപ്പൊ നോക്കി ബെൽറ്റ് ഇട്ടുകൊണ്ട് കിടക്കേണ്ട രംഗമാണ്. അല്ലാഹു ആലം. പടച്ചോൻ ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മോനെ കണ്ടില്ല ഷാജി അണ്ണെ, അവനെ ഞാൻ നാളെ ഒന്ന് പിടിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഒരു മോനേ ഉള്ളൂ. ശരി. അല്ലാഹുവിന് ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. ഇതൊക്കെ പള്ളിയുടെ കാര്യവുമായിട്ട് ഇങ്ങനെ ഓടി ആരാപ്പ ഇതുപോലെ വന്നിരിക്കുക. സത്യത്തിൽ പള്ളിയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു പട്ടവ, വീട്ടിൽ പോയിരിക്കും. അതെന്ന് പറഞ്ഞാൽ അങ്ങനെ വെളിയിൽ വരാത്തവരാ. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഈ ഖിലാസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മെമ്പറാ. ഞാൻ പറഞ്ഞ് ഇത്തിരി കറുത്തെന്ന്, കാരണം ഇപ്പോൾ ഓട്ടവാ. കാരണം സാധാരണ ഇപ്പോൾ സ്കൂട്ടിയില്ല ഇല്ലപ്പാ, കുഴപ്പമൊന്നുമില്ല. ബൈക്കൊക്കെ ഇടയ്ക്കൊക്കെ AC എന്നൊക്കെ ഇറങ്ങി താഴോട്ടിരിക്കണം. അൽഹംദുലില്ലാഹ്, കുഴപ്പമില്ല. അള്ളാഹു നിങ്ങളുടെയൊക്കെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് സഹായിക്കും. നമ്മുടെ സലീം ഉസ്താദിന്റെ വീടിന്റെ കാര്യമൊക്കെ ക്ലിയറായോ? പാവപ്പെട്ട ഉസ്താദ് കുറ്റി അടിച്ചിട്ട് കുറെ കാലമായിട്ടാണ്. റബീഉൽ അവ്വലിലെങ്ങാണ്ട് അടിച്ചാൽ ഇതുവരെ. ഇൻഷാ അല്ലാഹ്. ഇവിടെ ചുമ്മാ ഇല്ല, ഇവിടെ വാടക വീടൊക്കെ എടുത്ത് താമസം തുടങ്ങിയെന്ന് അറിയാൻ കഴിയുന്നത്. അൽഹംദുലില്ലാഹ്. ഇപ്പോൾ ഇവിടെ തന്നെയാണ് താമസം. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ വീട് പണി അള്ളാഹു എളുപ്പത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. മുസമ്മിൽ വീട്ടിലേക്ക് പോവാണ്. തറ കെട്ടി തീർന്നെന്ന് തോന്നുന്നു. അൽഹംദുലില്ലാഹ്. എന്തായാലും ഇൻഷാ അല്ലാഹ്. ഷിയാബുക്കാക്ക് അടുത്തിരിപ്പുണ്ട്. മുസമ്മിലെ പിടിച്ചോ. ചിരിയിൽ ഒതുക്കാതെ വീടിന്റെ കാര്യം കൂടെ ഇൻഷാ അല്ലാഹ്. അദ്ദേഹമൊക്കെ ഒരുപാട് സഹായങ്ങൾ മുസമ്മിൽ ഉസ്താദിന്റെ വീട് പണിയുടെ കാര്യത്തിൽ സഹായം ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട് ആ മനുഷ്യൻ. അൽഹംദുലില്ലാഹ്. അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പം ഇൻഷാ അല്ലാഹ് വീടില്ലാത്ത ഒരുപാട് പേര് വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള ഭവനങ്ങൾ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലുപരിയായി അള്ളാഹുടെ വീട് ഇങ്ങനെ നിൽക്കുക,
അള്ളാടെ വീട് ഇങ്ങനെ അപ്പുറത്തിരിക്കുക. മാഷാ അല്ലാ. ഷാജി എന്നെ റമദാനിനൊന്ന് കയറാൻ പറ്റുമോ? എൻ്റെ കിഡ്നി തന്നാൽ പറ്റുമോ? എല്ലാവരും പറയണത് ഇവിടെ വഴുതിലൂടെ ലക്ഷങ്ങൾ പിരിച്ചു കൂട്ടണമെന്നാണ്. പടച്ചവനെ, ഒരാഗ്രഹമില്ലേ അപ്പം നമുക്കൊന്ന് കയറി നിസ്കരിക്കാൻ പറ്റിയ വലിയ കാര്യം. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. റമദാനൊക്കെ ഇങ്ങനെ ഇതിനകത്ത് വലിയ പാവ ഇത്തിക്കാഫൊക്കെ എവിടെ ഇരിക്കും നമ്മൾ. റമദാന് ഒരുപാട് നാളൊന്നുമില്ല, എണ്ണിക്കോ 10-20 ദിവസം ഇനിയുള്ളൂ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ. ദുആ ചെയ്യാൻ 20 ദിവസം കഴിഞ്ഞാൽ അടുത്ത മാസം 15-20 മുമ്പ് നമ്മൾ ദുആ ചെയ്യാൻ തുടങ്ങും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ. റമദാൻ എത്തി. ഏപ്രിൽ 20 കണ്ട റമദാന്റെ സ്റ്റാർട്ടിങ്. ആലോചിക്കേ, 13 സുബഹ ഇപ്പൊ കുറഞ്ഞു തുടങ്ങി. ഒന്ന് ആലോചിക്ക, റമദാൻ എത്തി. ഇവിടെ ഇപ്പോഴല്ലേ പോയത്? റമദാൻ ഇപ്പോഴല്ലേ നോമ്പ് പിടിച്ചൊക്കെ പോയത്? ഇത് അടുത്തെത്തിക്കഴിഞ്ഞു. അല്ലാഹു അഅലം. അല്ലാഹു ഈ റമദാനെങ്കിലും ഹയാത്താക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട്, ഇല്ല എന്നാലും പറയരുത്, നിങ്ങളൊക്കെ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവനവനെ കൊണ്ട് കഴിയുന്നത് കൊടുത്താൽ നമുക്ക് ഈ റമദാൻ ഒന്നീ മുകളിൽ കയറണം, അല്ലെങ്കിൽ താഴെ ഇറങ്ങണം എവിടെയെങ്കിലും. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്ത് ഷൗക്കണ്ണ മോള് വാർത്താലല്ലേ നിസ്കരിക്കാൻ പറ്റും? ഇല്ല. ഷൗക്കണ്ണ എന്ത് സന്തോഷമില്ലാത്ത ഷൗക്കണ്ണ എപ്പോഴും അവിടെ ഇരിക്കത്തുള്ളൂ. ഞാൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞേ ഇരിക്കത്തില്ല ചങ്ങാതി. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നമുക്ക് ഒന്നീ ഇതിനകത്ത് കയറണം, അല്ലെങ്കിൽ താഴെയെങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ തറാവി നിസ്കരിക്കണം. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന സഹോദരങ്ങളോട്, ലൈവ് കേൾക്കുന്നവരോട്, ഞങ്ങളുടെ പള്ളിയുടെ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. എല്ലാവരും പള്ളിയുടെ വീഡിയോ കണ്ടപ്പോൾ ചിന്തിച്ചു, പടച്ചോനെ ഇതെന്തോ അപ്പ വലുലൂമാളിനെ പോലെ. അങ്ങനെയൊന്നും അല്ലപ്പ. ഒരു മനുഷ്യന്റെ ആഗ്രഹമാണ് വലിയ പള്ളി. പക്ഷേ ഇവിടെ നിസ്കരിക്കുന്ന അവസ്ഥയൊന്നും ഇവർക്കറിയില്ലല്ലോ. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഓരോ മനുഷ്യനും 1 സ്ക്വയർ ഫീറ്റ് എങ്കിലും 1 സ്ക്വയർ ഫീറ്റ് നിങ്ങൾ ഓരോരുത്തരും അൽഹംദുലില്ലാഹ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇങ്ങനെ ഇരുന്ന് കേരളം, മംഗലാപുരം, കാസർഗോഡ്, കർണാടക എവിടേക്കോ ഉള്ളവർ, മഹാരാഷ്ട്രയിൽ കിടക്കുന്നത് വരെ നമ്മുടെ പള്ളിക്ക് വേണ്ടി നൽകുന്നവരുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സദക്ക കൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഇവിടെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രഭാഷണം കേൾക്കുന്നവരോട്, അള്ളാഹുവിനൊരു വീട് പണിയുന്നതിനു വേണ്ടി, പടച്ച റബ്ബിന് സുജൂദ് ചെയ്യുന്ന ഒരു ഭവനം പണിയുന്നതിനു വേണ്ടി, നിങ്ങൾക്കറിയാം നമ്മുടെ ഇന്നത്തെ കാലഘട്ടമൊക്കെ വളരെ പ്രയാസത്തിലാണ്. ഇനി മുന്നോട്ട് പോകും തോറും എന്താകുമോ നമുക്കറിയില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവരും അൽഹംദുലില്ലാഹ് ഓരോ മനുഷ്യനും, എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്, ഈ സദസ്സിൽ കുറഞ്ഞ ആളേ ഉള്ളൂ. പക്ഷേ ഈ സദസ്സിലെ ദുആ നിങ്ങൾ കാണേണ്ട കാര്യം, എത്രയോ പേരുടെ രോഗം മാറിയെന്നറിയോ? എത്രയോ പേര്, ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഗർഭിണിയാ, ദുആ ചെയ്യണം. ഡോക്ടർ പറഞ്ഞത് പ്രസവിക്കൂല എന്ന്. കുട്ടി ഉണ്ടാകാൻ വളരെ 90-80% സാധ്യത, 75% സാധ്യതയില്ലെന്ന് പറഞ്ഞ സഹോദരി ആരാന്ന് പോലും ഓർമ്മയില്ല. കൂടുതലൊന്നും തന്നില്ല, 1500 രൂപ എവിടെ തന്നെ. ആ സഹോദരി പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യ്, ഗർഭിണിയുണ്ട്, വിശേഷമുണ്ട്. നമ്മുടെ ഇതാ സദസ്സിലെ ദുആ ഒരിക്കലും എൻ്റെ മഹത്വമല്ല. ഈ മസ്ജിദ്, ഈ മജ്ലിസ്, അത് അല്ലാഹു ഇഷ്ടപ്പെട്ട മജ്ലിസാണ്. അപ്പൊ ഇതിലൂടെയുള്ള ദുആ കാരണം എത്രയോ പേരുടെ രോഗം മാറി. നമ്മുടെ ഇവിടൊക്കെ ഉള്ളവരിതൊക്കെ എത്രയോ പ്രാവശ്യം ഉസ്താദേ ജയിലിൽ കിടന്ന് മോചനം കിട്ടില്ല എന്ന് കരുതിയവർ, ഒരു അഹ്ലുബൈത്ത് കരഞ്ഞുകൊണ്ട് ഉസ്താദ് ദുആ ചെയ്യണം, ഒരു വഴിയില്ല. അവർ 2ാമത്തെ ആഴ്ച വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് മോചനം കിട്ടി. ഒരിക്കലും ഞാനിതിൻ്റെ പബ്ലിസിറ്റി അല്ല പറയുന്നത്, നമ്മുടെ മഹത്വമല്ല പറയുന്നത്. എന്തോ അള്ളാഹു അനുഗ്രഹിച്ചിട്ട് ഈ മജ്ലിസ് അള്ളാഹു ഇഷ്ടപ്പെട്ട ആരോ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഈ പള്ളിയായിരിക്കാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ ഒരുപാട് പേര്, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ സദക്ക ചെയ്യുന്നവർ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് വേണ്ടിയോ കമ്മിറ്റിക്കാർക്ക് വേണ്ടിയോ അല്ല, പടച്ച റബ്ബിന് വേണ്ടിയാ. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹു തോന്നല് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്ക്, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കണേ. എല്ലാ ദിവസവും ഓതുന്നവരാണ് ഇത്, ഓരോ ദിവസവും മറക്കാതെ ഈ ഇരിക്കുന്ന സർവരും ഓതുന്നവരാണ്. പക്ഷേ ഇന്നു മുതൽ ഓതുമ്പോ ഈ മഹത്വം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഓതാ. അല്ലാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഓതൂല്ലേ? നിങ്ങൾ എല്ലാവരും ഓതണ തന്നെ, ഓതാത്തൊന്നുമല്ല. എല്ലാ ദിവസവും ഇന്നൊരു 10 വട്ടമെങ്കിലും ഓതിയിട്ടുണ്ടാവും.
ഇന്നൊരു 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓതിയിട്ടുള്ളതാണ് ഈ അധ്യായം. പക്ഷേ ഇനി ഓതുമ്പോൾ ഇതുകൂടെ മനസ്സിലാക്കിയിട്ട് ഓതണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതൂല്ലേ? ഉറക്ക ഇൻഷാ അല്ലാഹ്. എന്തേ പ്രതിഫലം? എന്തേ പ്രതിഫലം? സ്വർഗം വേണോ? സ്വർഗം വേണോ? വേണോ വേണ്ടേ? വേണം. ഈ ഒറ്റ ആയത്ത് പിടിച്ചോ. ഈ ആയത്ത് മുറുകെ പിടിക്ക് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. ഏതാണ് ഈ ആയത്ത്? ഏതാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിന്റെയും നിന്റെയും ഇടയിൽ ഒരേ ഒരു മറ. ഈ ആയത്താരാണോ ഓതുന്നത്, ഈ ആയത്താരാണോ ഓതുന്നത്, അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു മറയേ ഉള്ളെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന്റെയും നമ്മുടെ ഇടയിലും ഒറ്റ മറയേ ഉള്ളൂ. എന്താ മറ? സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? പറഞ്ഞങ്ങാതി നിസ്കരിക്കണമെന്നല്ലപ്പാ. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഇരുന്നുകൊണ്ട് പോകാൻ പറ്റുമോ? ഊട്ടി പോയിട്ട് വരുന്ന പോലെ ഇല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ മരിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മരിച്ചാലല്ലേ പോകാൻ പറ്റൂ? മരിച്ചാലല്ലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ? അപ്പം മരണം, മരിക്കാ പോവാ, അത്രയേ ഉള്ളൂ. അതാ മനസ്സിലാക്കണ്ടേ. ഈ പറയുന്ന ഒരായത്ത് ആരെങ്കിലും ഓതിയാൽ അവൻ മരിക്കുക, സ്വർഗത്തിൽ പോകാം, ഇത്രയേ ഉള്ളൂ. ഈ മരണം എന്ന് പറയുന്ന ഒരു തടസ്സം മാത്രമേ ഉള്ളൂ. മരിച്ചോണം, പൊക്കോണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? ഏതായത്ത്? ഏതായത്ത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആയത്തുൽ കുർസിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പ്രവാചകന്റെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഒരു പ്രവാചകന്മാർക്കും കൊടുക്കാത്ത ആരണ്ട പ്രകാശം ഏതെന്നറിയുമോ? അത് ഒന്ന് ആയത്തുൽ കുർസിയാണ് നബിയേ. ഒന്ന് ആയത്തുൽ കുർസിയാണ് നബിയേ. അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ, അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ അതാ മരണമെന്ന ഒരു മറയല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ആയത്തുൽ കുർസിയുടെ മഹത്വം അറിയുമോ? അന്നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലാഹ കതബ കിതാബൻ ഖബല അൻ യഖ്ലുക സമാവാതി വൽ അർദ് ബിഅൽഫി ആം അൻസല മിൻ ആയതൈനി ഖതമ ബിഹാ സൂറത്തുൽ ബഖറ വലാ യുഖ്റാനി ഫീഹി ദാരിന സലാസ ലയാൽ ഫയഖറബുഹു ശൈത്താൻ. മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹു ആകാശഭൂമിയെ സൃഷ്ടിക്കുന്നതിന് 2000 വർഷം മുമ്പ് ഒരു ഗ്രന്ഥം ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് 2 വചനങ്ങൾ, അവ രണ്ട് വചനങ്ങൾ ഉണ്ടായിരുന്നു. അത് പരിശുദ്ധമായ ഖുർആനിൽ കാണാം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് 2000 കൊല്ലം മുമ്പ് അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലാഹു ഒരു കിതാബ് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് 2 ആയത്തുകളുണ്ട്. അതിനകത്ത് 2 ആയത്തുകളുണ്ട്. ആ 2 ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ കാണാം. ആ 2 ആയത്തുകൾ പരിശുദ്ധമായ ഖുർആനിൽ കാണാം. ആ ആയത്തുകൾ ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അതിലെ 114 അധ്യായങ്ങളിൽ ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറയുടെ അവസാന 2 ആയത്തുകളുണ്ടല്ലോ, അല്ലാഹുവേ, മുത്തുനബി പറയുകയാ, വീട്ടില് പൈശാചിക ഉപദ്രവമുള്ളവരുണ്ടല്ലോ, ശൈത്താനിന്റെ ശർറുള്ളവരുണ്ടല്ലോ, പടച്ചവനെ, ഉസ്താദിന്റെ അകത്ത്, വീടിന്റെ അകത്ത് വല്ലാത്ത പ്രയാസമാണ്, ശൈത്താനിന്റെ ഉപദ്രവമുണ്ടെന്ന് പറയുന്ന മനുഷ്യ, ഒരു മന്ത്രവാദിയെയും വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകണ്ട. ഒരാളെയും നിന്റെ വീട്ടിൽ മന്ത്രവാദം നടത്താൻ കൊണ്ടുപോകണ്ട. നിന്റെ വീടിന്റെ അകത്ത് പൈശാചിക ഉപദ്രവം മാറണോ? 5 പൈസയുടെ ചെലവില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചിലരൊക്കെ പറയാറുണ്ട്, ഉസ്താദേ, വീടിന്റെ അകത്ത് വരക്ക് പോക്കുണ്ടെന്ന്. എന്ത് പോക്ക്? പറ.
ഇല്ലേ? ചിലരൊക്കെ പറയുന്ന വീടിൻ്റെ അകത്ത് ആരോ വരുന്നുണ്ട് പോകുന്നുണ്ടെന്ന്. എനിക്കറിയത്തില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതിനുവേണ്ടി കുറേ ആൾക്കാരെ കൊണ്ടുവന്നിരുന്ന് പൂജയൊക്കെ നടത്തുന്നവരുണ്ട്. ശൈത്താനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ എളുപ്പ വഴി ഞാൻ പറയാം. പൈസയുടെ ചിലവൊന്നുമില്ല. വല്ലതും ഉണ്ടെങ്കിൽ പള്ളിക്ക് കൊടുത്താൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പേടിയുണ്ടാ? ഞാൻ പറഞ്ഞതല്ല, ഞാൻ ഹദീസാ പറയണേ. ഞാൻ പറയുന്നത് ഹദീസ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇറാബ് തന്നെ വായിച്ചു തന്നത്. ഈ പറയുന്ന 2 ആയത്തുകൾ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ, ഈ 2 ആയത്തുകൾ 3 ദിവസം 3 രാത്രികളിൽ ഒരു വീട്ടിൽ പാരായണം ചെയ്യപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു വീടിൻ്റെ അകത്ത് 3 ദിവസം ഈ ആയത്തുകൾ പാരായണം ചെയ്താൽ, എൻ്റെ പ്രിയമുള്ളവരെ, ആ വീട്ടിലേക്ക് ശൈത്താൻ അടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഈ ആയത്തുകൾ ഏതെങ്കിലും വീടിൻ്റെ അകത്ത് എത്ര ദിവസം ഓടണം? എത്ര ദിവസം? 3 ദിവസം. നിങ്ങളൊന്ന് ഓതാൻ പറ്റുമെന്ന് നോക്കിക്കേ. പറ്റൂല. ഒരു ദിവസമെങ്കിലും മുടങ്ങും. കാരണം ശൈത്താൻ മുടക്കും. കാരണം അവന് താമസിക്കാൻ പറ്റൂല. വാടക തരാതെ അതിനകത്ത് കയറി കിടക്കല്ലേ? വാടക തരാതെ വീടിൻ്റെ അകത്ത് കിടക്കല്ലേ? ഏതെങ്കിലും ഒരു വീടിൻ്റെ അകത്ത് അവിടെ നിന്ന് കാണാം സൂറത്തുൽ ബഖറ വലാ യുഖ്റആനി ഫീ ദാരി സലാസ ലയാലിൻ. ഏതെങ്കിലും ഒരു വീടിൻ്റെ അകത്ത് 3 രാത്രിയിൽ ഈ ആയത്തുകൾ പാരായണം ചെയ്താൽ അവിടെ നിന്ന് ശൈത്താൻ അടുക്കുകയില്ല, വീട്ടിലേക്ക് അടുക്കുക പോലും ചെയ്യില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം വലാ യുഖ്റആനി ഫീ ബൈത്തിൻ ഫയുഖ്റബഹു അശ്ശൈത്വാനു സലാസ ലയാൽ. ഈ 2 ആയത്തുകൾ ഏതെങ്കിലും ഒരു വീട്ടിൽ പാരായണം ചെയ്യാൽ 3 രാവുകൾ, ഒന്നാമത് പറഞ്ഞ എന്താ, 3 രാത്രികളിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ പാരായണം ചെയ്താൽ ഇബ്ലീസ് അടുക്കുകയില്ല. രണ്ടാമത്തെ ഹദീസ് പറയുന്നു 1 വട്ടം ഓതിയ 3 ദിവസം വരില്ല. ആദ്യം പറഞ്ഞ ഹദീസ് 3 രാത്രി ഓതിയാൽ അടുക്കില്ല. രണ്ടാമത്തെ ഹദീസ് ഒറ്റ രാത്രി ഓതിയ 3 ദിവസം അടുക്കില്ല. എങ്ങനാണെങ്കിലും നേട്ടമേ ഉള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, അത്രയും മഹത്വമുള്ള ആയത്തുകളാ മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു. ഇത് അർശിന്റെ താഴെയുള്ളതാണെന്ന അന്നബീദ് റളിയല്ലാഹു തആല അൻഹു ഉഅതിയതു ഹാദിഹിൽ ആയ മിൻ ആഖിരി സൂറത്തുൽ ബഖറ മിൻ കൻസിൻ തഹ്തൽ അർശി. അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്തുള്ള ഒരു നിധിയാണെന്നാ പറയണത് ഈ ആയത്ത്. ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി അറിയോ? അറിയുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കുക. ഈ ആയത്തും കൈ വെച്ചിട്ടാ നടക്കണ ഇടത്ത് വലത്ത്. ഈ ആയത്തെ കയ്യിൽ വെച്ചിട്ട് ഇത് ഓതാനുള്ളതാ സഹോദര. ഇതാ നിന്റെ ഒരു ആയുധമാ. ഇത് വീടിൻ്റെ അകത്തിരുന്ന് ഓതണം. വീട്ടിലേക്ക് പുറത്തിറങ്ങുമ്പോ ആയത്തിൽ കുർസി ഏൽപ്പിച്ച അള്ളാടെ കയ്യിൽ തവക്കൽത്തു അലല്ലാ. ഒരു കള്ളനും കയറൂല. വീട് പൊട്ടിക്കെട്ടി ഇങ്ങനെ നടക്കുക. പൂട്ടിയോ നടക്കലല്ല. അങ്ങോട്ട് ഇറങ്ങണ സമയത്ത് ആയത്തിൽ കുർസി ഓതുക. ബിസ്മില്ലാഹി തവക്കൽത്തു അലല്ലാ. അസ്റായിലല്ലാതെ വേറെ ആരും കയറൂല. അസ്റായിൽ. അതുകൊണ്ടാ പറഞ്ഞത് രാത്രി എഴുന്നേറ്റ് ചാടും. ഈ അടുത്തൊരാൾ, എൻ്റെ മോന് ഞാനിങ്ങനെ ചിന്തിച്ചു, എൻ്റെ ചിലപ്പോഴൊക്കെ വൈഫിൻ്റെ വീട്ടിലാണ് കിടക്കാറ്, മൂത്ത മോൻ സിനാൻ. അപ്പോൾ ഉമ്മ പറയാറുണ്ട് രാത്രിയൊക്കെ ഇവൻ ചാടി എഴുന്നേക്കുന്നു. എൻ്റെ വീട്ടിൽ വരുമ്പോൾ കുഴപ്പമില്ല. എൻ്റെ കൂടെ കിടക്കുമ്പോൾ ചില കുട്ടികൾ ഉറക്കത്തിൽ എൻ്റെ ഉമ്മ പറയാറുണ്ട് ഇങ്ങനെ ഞെട്ടി ഉണരും. മോനെ എന്ന് വിളിച്ച് കിടത്താറുണ്ട്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആയത്തിൽ കുർസി ഓതിയിട്ട് ഊതുക. കൊച്ചുകുട്ടികൾ കിടന്നുറങ്ങുന്നവർ ഉറക്കത്തിൽ ആയത്തിൽ കുർസി ഓതിയിട്ട് ചുറ്റുഭാഗത്തൊരു റൗണ്ട് ഇങ്ങനെ, ചിലർ പറയുന്നു കയ്യിൽ ഊതിയിട്ട് ഇങ്ങനെ വരയ്ക്കണമെന്ന്, ചിലർ പറയുന്നു ഊതാൻ. ആയത്തിൽ കുർസി ഓതിയിട്ട് ഊതുക. അസ്റായിലല്ലാതെ വേറെ ആരും കിടക്കില്ല എന്ന് ഹദീസിൽ കാണാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ ചങ്ങാതി തടയാൻ പറ്റുമോ? എന്ത് ഓതിയാലും അസ്റായിലിനെ തടയാൻ പറ്റുമോ? അത് പറ്റൂല. അവൻ കയറി വരും. അപ്പൊ ഒരു ചെറുപ്പക്കാരെ അടുത്ത് ചോദിച്ചു, ഉസ്താദേ, ഈ മനുഷ്യന്റെ രൂപമുള്ള വീട്ടിൽ മലക്ക് കയറൂല, നായി വളർത്തുന്ന വീട്ടിൽ മലക്ക് കയറൂല, അപ്പൊ പിന്നെ അസ്റായിൽ എങ്ങനെ കയറുന്നത്? ചോദ്യം തന്നെ അല്ലേപ്പ. എന്താ സലീം ഉസ്താദ്? നമ്മൾ പറയാറുണ്ടല്ലോ, മനുഷ്യന്റെ രൂപമുള്ള വീട്ടിൽ ആര് കയറൂല? മലക്ക് കയറുവോ? നായി വളർത്തുന്ന വീട്ടിൽ കയറുവോ? എന്തൊരു മടി. അപ്പൊ പിന്നെ അസ്റായിൽ എങ്ങനെ കയറും? ഏത് മലക്ക് കയറൂല എന്നാ പറഞ്ഞ? റഹ്മത്തിന്റെ മലക്ക് കയറൂല.
അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ കയറൂല എന്നാ പറഞ്ഞ്. അസ്രായിലാണെങ്കിൽ എവിടെയും കയറി ചെല്ലും. ആ ചങ്ങാതിക്ക് ഒരു ചോദ്യമില്ല, എവിടെയും കയറി പോകാൻ ലൈസൻസ് ഒന്നുമില്ല, കയറി അങ്ങ് പോകും. ഒരു ദിവസം നമ്മുടെ മുന്നിൽ വരും. നല്ലതുപോലെ കാണാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മൂസാ നബിയുടെ മുന്നിൽ കയറിപ്പോയെന്ന മൂസാ നബിയാണ് പ്രവാചകന്മാരിൽ ഏറ്റവും ദേഷ്യം. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് എടുത്ത് ഒറ്റയേറെറിഞ്ഞ 40 ദിവസം നോമ്പും പിടിച്ചിട്ട് അവസാനം പർവ്വതത്തിന്റെ മുകളിൽ പോയിട്ട് അള്ളാടെ കയ്യിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ തൗറാത്ത് എന്ന് പറയുന്ന കിതാബും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴാ പടച്ചനെ എടാ അതോ വിഗ്രഹത്തിന്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാം കൂടെ എടുത്തെറിഞ്ഞെന്ന ദേഷ്യം. യാ യഹ്യ ഖുദിൽ കിതാബ് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ റൂഹ് പിടിക്കാൻ പോയപ്പോൾ മിണ്ടാതെ പോയിട്ട് കയറി അങ്ങ് പിടിച്ചു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ റൂഹ് പിടിച്ചു. വേദന സഹിക്കാൻ ഒരൊറ്റ അടി അസ്രായിലിന്റെ മുഖത്തടിച്ചെന്ന വലത് കണ്ണിലെങ്ങാണ്ടോ ഒറ്റ അടി അങ്ങ് കൊടുത്തു എന്ന്. പടച്ചവന്റെ മുന്നിൽ പരാതിയായിട്ട് പോയി അള്ളാഹ് എൻ്റെ കണ്ണ് പോയെന്ന്. അപ്പോഴാ അതുപോലെ അനുവാദം ചോദിച്ചിട്ടേ പ്രവാചകന്മാരുടെ റൂഹ് പിടിക്കാവുന്ന. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് നിധിയ, ഇത് അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്തുള്ള നിധിയായി ആയത്ത്. അതുകൊണ്ട് ഇത് ഓതിയിട്ട് വേണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. ശൈത്താനിന്റെ ഉപദ്രവമില്ല. രാത്രി കിടക്കുമ്പോ ഈ ആയത്ത് ഓത്. ആയത്തിൽ കുർസി, ആമൻ റസൂല്, ഇത് ഓതിയിട്ട് കിടന്നുറങ്ങ്. അസ്രായിൽ അല്ലാതെ വേറൊന്നും നിന്നിലേക്ക് കിടക്കില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മൻ ഖറഅ ആഖിറ സൂറത്തുൽ ബഖറ ഫീ ലൈലത്തിൻ കഫാഹ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ 2 ആയത്തുകൾ പാരായണം ചെയ്താൽ അവനിത് മതിയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരാൾ രാത്രി കിടന്നുറങ്ങുകയാ, നിസ്കരിക്കുന്നൊന്നുമില്ല, രാത്രി കാലങ്ങളിൽ ഖുർആൻ ഓതലില്ല, പക്ഷെ ഈ 2 ആയത്തുകൾ ഓതിയിട്ട് കിടന്നുറങ്ങിയ അവൻ ഇബാദത്ത് ചെയ്യുന്നവനെ പോലെ. അവനത് മതി കൂലി കിട്ടാൻ. അവനതിന് പ്രതിഫലമുണ്ട്. ആ രാത്രിയിലെ ഉറക്കത്തിന് പോലും അള്ളാഹു പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, സ്വർഗ്ഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരോട്, അള്ളാന്റെ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നവരെ, ഈ ആയത്തുൽ കുർസി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കൂ. ഇതിലൂടെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വർഗ്ഗം നേടാ. പടച്ചവനേ, ഈ സദസ്സിലിരുന്നു കൊണ്ട് തീരുമാനമെടുത്തവർ ഈ പാവപ്പെട്ടവന്റെ ശബ്ദം കേൾക്കുമ്പോ, ഉസ്താദേ, ഇന്നു മുതൽ ഞങ്ങൾ ഈ ആയത്തുകൾ പാരായണം ചെയ്യും, ഇന്നു മുതൽ ഞങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കും, തീരുമാനമെടുക്കുന്ന സഹോദരാ, അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എൻ്റെ പ്രിയമുള്ള സഹോദരാ, ഖുർആൻ നാളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാനുള്ള അവസരം അല്ലാഹു കൊടുക്കുകയാ. പടച്ചവനെ, പ്രവാചകന്മാർക്ക് ശഫാഅത്ത് ചെയ്യാൻ അവസരമുണ്ട്. അല്ലാഹുവേ, പടച്ചവനെ, ഹജ്ജ് ചെയ്തവർ, ഖുർആൻ പഠിച്ചവർ, ഇതുപോലെ ഒരുപാട് പേർക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അവസരമുണ്ടെന്നാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനും ശഫാഅത്ത് ചെയ്യാൻ അവസരമുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നാളെ ഖുർആനിന്റെ കൂടെ റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ അവസരം കിട്ടുമെന്ന പ്രവാചകം പറയുമ്പോ, അല്ലാഹുവിന്റെ ഖുർആൻ അത് മുറുകെ പിടിക്കണേ. ഓരോ രാത്രിയിലും മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ വാഖിയ ഓത്, സൂറത്തുൽ മുൽക്ക് ഓത്, സൂറത്തു യാസീൻ ഓത്, സൂറത്തു സജദ ഓത്. ഇതുപോലെ ഓതേണ്ട ഒരുപാട് അധ്യായങ്ങളുണ്ടല്ലോ. അത് നീ നിന്റെ ജീവിതത്തിൽ ദായിമായിട്ട് ചെയ്തോ. ചെയ്താ കിട്ടുന്ന പ്രതിഫലമെന്താ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പടച്ച റബ്ബേ, നിന്റെ 6 മണ്ണ് പ്രകാശിക്കുകയാണ്. നിന്റെ ശരീരത്ത് വല്ലാത്ത സുഗന്ധമാ. പടച്ചവനെ, എൻ്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കുന്നവർ, ഈ ആയത്തിനെ സ്നേഹിക്കുന്നവർ, നീ ഒരിക്കലും ഭയപ്പെടണ്ട. ശൈത്താനിനെ നിന്റെ വീടിന്റെ അകത്ത് നിന്ന് പുറത്താക്കുന്ന മനുഷ്യ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ ചാരത്ത് വരുമല്ലോ. ഈ പ്പെട്ടവന് തന്റെ മക്കളെ മുഴുവനും വിളിച്ചിട്ട് പറയുകയാ, അല്ലാഹുവേ, ഞാൻ
സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ ഇബ്ലീസ് തന്റെ മക്കളെ വിളിക്കുകയാ. എന്നിട്ട് പറയുന്നു, സിറാജ് മരിക്കാൻ പോകുകയാണ്, ഇനി നിങ്ങൾക്ക് അവസരമില്ല, ഇത് അവസാനത്തെ ചാൻസാണ്, ഇത് അവസാനത്തെ ചാൻസാണ്. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അവനെ ഒന്ന് പിഴപ്പിക്കാൻ കഴിയുമോ? സിറാജ് ലോകത്തോട് വിട പറയാൻ പോകുകയാണ്. ആരെങ്കിലും അവനെ പിഴപ്പിച്ചാ നിങ്ങൾക്ക് ഞാൻ പ്രതിഫലം തരാ, നിങ്ങൾക്ക് ഞാൻ പ്രതിഫലം തരാ. ഇബ്ലീസ് തന്റെ മക്കളെ മുഴുവനും വിളിച്ചു കൂട്ടിക്കെട്ടവിടന്ന് അവർക്ക് സമ്മാനം ഓഫർ ചെയ്യുകയാ. എന്തിനെന്നറിയുമോ? മരിക്കാൻ കിടക്കുന്ന എന്റെ ഈമാനൊന്ന് തട്ടിപ്പറിക്കാ, എന്നെ ഒന്ന് പിഴപ്പിക്കാൻ. ഇബ്ലീസ് തന്റെ മക്കളെ വിളിച്ചിട്ട് ഒരുപാട് ഓഫർ കൊടുക്കുമ്പോ എല്ലാവരും കിടന്നു വരികയാണ്. മരിക്കാൻ കിടക്കുന്ന എന്റെ ചാരത്ത് കിടന്നു വരികയാ. എന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു മരിക്കുന്നതിനെ തടയാർ. എന്റെ മരിച്ചുപോയ വാപ്പാടെ രൂപത്തില്, ഞാൻ ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തില് എന്റെ ചാരത്ത് വന്നിരുന്നിട്ട് ഈ ലോകത്തിലുള്ള സർവ്വവെള്ളം കുടിച്ചാലും ദാഹം തീരാത്ത സമയമാ. ഈ ലോകത്തുള്ള സർവ്വവെള്ളം കുടിച്ചാൽ കടല് കാണുമല്ലോ, പുഴകള് കാണുമല്ലോ. ഈ ലോകത്തുള്ള സർവ്വവെള്ളം കുടിച്ചാലും മരണത്തിന്റെ സമയത്താ മനുഷ്യന്റെ ദാഹം തീരൂല. അല്ലാഹു നമ്മുടെ ദാഹം തീർത്തു തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒരു തുള്ളി വെള്ളം കിട്ടാത്ത സമയമാ. ആ സമയത്താണ് ഇബ്ലീസ് മരിച്ചുപോയവരുടെ രൂപത്തിൽ കയ്യിൽ വെള്ളവും പിടിച്ചു കൊണ്ടുവന്ന് ഇടതുഭാഗത്തിരുന്നിട്ട് നമ്മളോട് പറയുന്നു, കുടിക്കാ വെള്ളം തരാ, കുടിക്കാൻ വെള്ളം തരാ. ഒന്ന് പറഞ്ഞാ മതി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയരുത്. അത് പറഞ്ഞാ നീ പിഴച്ചു പോകും, അത് പറഞ്ഞാ നീ നരകത്തിൽ പോകും. അങ്ങനെ ചതിക്കാൻ നോക്കുമ്പോ രക്ഷപ്പെടണോ മുസ്ലിമേ, രക്ഷപ്പെടണോ ചെറുപ്പക്കാരാ. ജീവിതത്തിൽ ഇബ്ലീസിനെ നീ ഓടിക്കണം. ജീവിതത്തിൽ ഇബ്ലീസിനെ നിന്റെ വീടിന്റെ അകത്ത് നിന്ന്, നിന്റെ ജീവിതത്തിൽ നിന്നവനെ മാറ്റി നിർത്തിയാല് ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ, ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ആയത്തുൽ കുർസി മറക്കല്ലേ. ഒരു ദിവസവും ഓതാത്ത ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ പാടില്ല. വാഹനത്തിൽ കേറുമ്പോ നീ അത് ഓതണേ, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടണ്ടേ. എത്ര പേരാ സഹോദരാ ഒരുപാട് മോഹങ്ങളുമായി കടന്നു വന്നവരല്ലേ. നാളെ രാവിലെ, നാളെ ഉച്ചയാകുമ്പോ പൊതിഞ്ഞു കെട്ടി വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കുന്നത്. ഒരുപാട് പ്രതീക്ഷയുമായി വീട്ടിലേക്ക് പോകുന്ന എത്രയോ പേര് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഐസിവിന്റെ അകത്ത് കിടക്കുന്ന രംഗമല്ലേ സഹോദരാ. എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല, ഏത് രീതിയിലാണ് മരണം വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് എപ്പോഴാണെങ്കിലും ഇബ്ലീസ് കരയണം, നമുക്ക് ചിരിക്കണം. ഇബ്ലീസ് നമ്മുടെ ഈമാൻ കണ്ടിട്ട് ഇവനെ പിഴപ്പിക്കാൻ പറ്റിയില്ലല്ലോ അല്ലാ, ഇവന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയല്ലോ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇത് പറഞ്ഞിട്ട് വേണം അവനെ നമുക്ക് പരാജയപ്പെടുത്താൻ. അവൻ കരയുന്നത് കാണണമെങ്കിൽ, അവൻ വേദനിക്കുന്നത് കാണണമെങ്കിൽ ആ ഇബ്ലീസിനെ നമുക്ക് കാണണ്ടേ. അവൻ കരയുന്നത് കാണണ്ടേ, അവൻ മുഖം പൊത്തിയിട്ട് കരയുന്നത് കാണണ്ടേ. ഇവന്റെ മുന്നിൽ ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ അല്ലാ എന്ന് ഇബ്ലീസ് കരയുന്നത് കാണണമെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അവനെ വേദനിപ്പിക്കണം, അവനെ ജീവിതത്തിൽ നിന്ന് ആട്ടിയോടിക്കണം. വീടിന്റെ അകത്ത് നിന്ന് ആട്ടിയോടിക്കണം, ബെഡ്റൂമിന്റെ അകത്ത് നിന്ന് ആട്ടിയോടിക്കണം, ബെഡ്റൂമിന്റെ അകത്ത് നിന്ന് ആട്ടിയോടിക്കണം, വാഹനത്തിന്റെ അകത്ത് നിന്ന് ആട്ടിയോടിക്കണം, ജീവിതത്തിൽ നിന്ന് ആട്ടിയോടിക്കണം. അതുകൊണ്ട് ആയത്തുൽ കുർസി മുറുകെ പിടിച്ചോ. നിന്റെ ദുനിയാവും ആഖിറവും രക്ഷയാ. അത് സ്വർഗ്ഗത്തിന്റെ താഴെയുള്ള നിധിയാ. സ്വർഗത്തിന്റെയും നിന്റെയും ഇടയിൽ മരണമല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആയത്തുൽ കുർസി മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണേ. ചുമ്മാതെ ഇരുന്നു കൊണ്ട് സിനിമാ ഗാനങ്ങൾ പഠിപ്പിക്കുന്നവരുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വാപ്പാ. 5 വയസ്സുള്ള 6 വയസ്സുള്ള മക്കളെ അടുത്തു പിടിച്ചിരുത്തിയിട്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കൂ. അല്ലാഹു സ്വർഗ്ഗം തരാമെന്ന് പറഞ്ഞത് വെറുതെയല്ല. ആയത്തുൽ കുർസി ഓതുന്നവര്, നിസ്കാരം കഴിഞ്ഞിട്ട് ഓതുന്നവര്, 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി ഓതിയാ അവന് സ്വർഗ്ഗം തരാമെന്ന് അല്ലാഹു വെറുതെ പറഞ്ഞിരുന്നതല്ല. അതിന്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കിയാ മതി. ആയത്തുൽ കുർസിയുടെ അർത്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. എന്റെ പ്രിയമുള്ളവര്, നിങ്ങളപ്പോൾ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ആയത്തുൽ കുർസി മക്കളെ പഠിപ്പിക്കൂ, പാരായണം ചെയ്യൂ. അത് നിധിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, രണ്ടാമത്തെ ആയത്തേതാ? ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുത്ത ആ 2 പ്രകാശം അതിലൊന്ന് ആയത്തുൽ കുർസിയാണ്. അതിലൊന്ന് ആയത്തുൽ കുർസിയാണ്. രണ്ടാമത്തെ ആയത്തേതാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാമത്തെ ആയത്തേതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സ്വഹാബാ, എല്ലാവരും ഓതുന്ന സൂറത്താ, എല്ലാവരും ഓതുന്ന സൂറത്താ. ഓരോ ദിവസവും എന്റെ പ്രിയപ്പെട്ടവര്, ഞാനും നിങ്ങളും നമസ്കാരത്തിൽ ഓതുന്ന സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ ഫാത്തിഹ. എന്റെ പ്രിയപ്പെട്ടവരെ, അറിയാത്തവരില്ലല്ലോ. ഓർമ്മ വെച്ച കാലം മുതൽ മദ്രസയിൽ പഠിക്കാൻ വരുമ്പോ എഴുന്നേറ്റിരുന്ന ഫാത്തിഹ ഓതുമല്ലോ, എഴുന്നേറ്റിരുന്ന ഫാത്തിഹ ഓതുമല്ലോ. സഹോദരാ, ആ ഫാത്തിഹയുടെ മഹത്വമാ പറയുന്നത്, ആ ഫാത്തിമയുടെ മഹത്വമാണ് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അത് പ്രകാശമാണ്, അത് നിന്റെ രോഗങ്ങൾക്കുള്ള മരുന്നാ. പടച്ചവരെ, അത് രോഗങ്ങൾക്കുള്ള മരുന്നാട്. സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം അറിയുമോ? ഹദീസിന്റെ കിതാബ് എടുത്ത് നോക്കൂ. എത്രയോ പ്രതിഫലമാണ് ഫാത്തിഹയുടെ പ്രതിഫലം. ഏറ്റവും വലിയ ശിഫാ, ഏറ്റവും വലിയ ശിഫാ ആണ് സൂറത്തുൽ ഫാത്തിഹ. അല്ലാഹു നമുക്ക് പഠിക്കാനും ഓതാനും ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹ അതാണ് രണ്ടാമത്തെ പ്രകാശം. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എന്തേപ്പാ രാവിലെ മദ്രസയിൽ കയറുമ്പോൾ ഫാത്തിഹ ഓതണേ എല്ലാ ദിവസവും? വേറെ സൂറത്തൊന്നും ഓതാറില്ലല്ലോ. എന്തേ കുൽഹുവ ഓതിക്കൂടെ? ഇഖ്ലാസ് ഓതിക്കൂടെ? ആയത്തുൽ കുർസി ഓതിക്കൂടെ? എന്തിനാ സഹോദര ഫാത്തിഹ ഓതുന്നത്? അപ്പൊ ഫാത്തിഹ എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതണ്ടേ? എന്തുകൊണ്ട്? അതന്നതിന്റെ മഹത്വം. സുന്നത്താണെങ്കിലും ഫർളാണെങ്കിലും എന്ത് നിസ്കാരത്തിലാണെങ്കിലും ചിലർ 2 റക്അത്ത് കഴിഞ്ഞ് 2 റക്അത്തിൽ സൂറത്ത് ഓതണ്ട. ഇശാഇന്റെ ആദ്യത്തെ 2 റക്അത്തിൽ ഫാത്തിഹയും സൂറത്ത്, പിന്നത്തതിൽ എന്തോതിയാ മതി? ഫാത്തിഹ ഓതിയാ മതി. അപ്പം ഫാത്തിഹ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമ്മൾ ഓതുന്നത് ഫാത്തിഹയാണ് ഒരു ദിവസം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഒന്ന് മതി ഫാത്തിഹയുടെ മഹത്വം മനസ്സിലാക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 2 അധ്യായങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാ, എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓതാറുണ്ട്, പക്ഷേ അതിൻ്റെ ഗൗരവവും അതിൻ്റെ പ്രതിഫലവും നമ്മൾ മനസ്സിലാക്കാറില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മനസ്സിലാക്കി ഓതാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم أنزله المقعد المقرب عندك يوم القيامة. അർഹമർ റഹീമായ കരുണയുള്ള ദയാലുവായ അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണേ തമ്പുരാനെ.
അള്ളാഹുവെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാ. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ പടച്ചവനെ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ പടച്ചവനെ. അള്ളാഹുവെ നീ ഇഷ്ടപ്പെടാത്ത ഒരാളും ഈ സദസ്സിലില്ല റഹ്മാനെ. ഒരാളെയും നിർബന്ധിച്ച് പിടിച്ചിരുത്തിയിട്ടില്ല തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളെയൊക്കെ തെരഞ്ഞെടുത്തത് നീയാണ് റഹ്മാനെ. അല്ലാ, സ്വർഗത്തിലേക്കും നീ ഞങ്ങളെ തിരഞ്ഞെടുക്കണേ അല്ലാ. സ്വർഗത്തിലേക്കും നീ ഞങ്ങളെ തിരഞ്ഞെടുക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ. അള്ളാഹുവെ ജീവിതത്തിൽ ഒരുപാട് ദുൽമ ചെയ്തവരാ റഹ്മാനെ, ഒരുപാട് അക്രമം ചെയ്തവരാ പടച്ചവനെ. എങ്കിലും നീ കരുണയുള്ളവനാണല്ലോ അല്ലാ, നീ ഗഫൂറാണല്ലോ അല്ലാ, നീ റഹീമാണല്ലോ അല്ലാ, നീ കാരുണ്യവാനാണല്ലോ അല്ലാ, നീ കരുണക്കടലാണല്ലോ അല്ലാ, നീ ദയാലുവാണല്ലോ അല്ലാ. നിന്നെക്കാളും പൊറുക്കുന്ന ഒരാളും ഈ പ്രപഞ്ചത്തിൽ ഇല്ലല്ലോ അല്ലാ. നിന്റെ അടിമകൾ നിന്റെ മുന്നിലേക്ക് നീട്ടുന്ന കരങ്ങളെ തട്ടാൻ നിനക്ക് ലജ്ജയാണല്ലോ അല്ലാ. അല്ലാഹുവേ, അടിമകൾ യജമാനനോടല്ലാതെ വേറെ ആരോട് പരാതി പറയാനാ അല്ലാ. നീ കൈവിടല്ലേ റഹ്മാനെ. ഞങ്ങൾക്ക് പണവോ അധികാരമോ കൊട്ടാരങ്ങളോ ഒന്നും വേണ്ട. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയതൊന്ന് പുറത്തു തന്നാ മതി റഹ്മാനെ. നന്നാകാനാ അല്ലാ, നന്നാകാനാ അല്ലാ. നിനക്ക് നന്ദി കാണിച്ച് ജീവിക്കാനുള്ള കൊതി കൊണ്ടാ പടച്ചവനെ. ഒരവസരം താ റഹ്മാനെ. ഒന്ന് കൈപിടിക്കു പടച്ചവനെ, ഒന്ന് കരകയറ്റു പടച്ചവനെ. നീ ഉപേക്ഷിക്കല്ലേ അല്ലാ, നീ കൈവിടല്ലേ അല്ലാ. ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വേറെ ആരുമില്ല പടച്ചവനെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു താ റഹ്മാനെ. ഞങ്ങളെ ശുദ്ധീകരിക്കു പടച്ചവനെ, ഞങ്ങളെ നന്നാക്കു പടച്ചവനെ, ഞങ്ങളെ നന്നാക്ക് റഹ്മാനെ. ഈ പോകുന്ന വഴിയിലും മരിച്ചാ നീ സ്വർഗം തരടേ പടച്ചവനെ. അല്ലാഹുവേ, നീ ഞങ്ങളെ കൈവിടല്ലേ റബ്ബേ. റഹ്മത്തിന്റെ മലക്കുകൾ കാവൽ നിൽക്കുന്ന സദസ അല്ലാ, കരുണ ചുരിയുന്ന സദസ അല്ലാ. ഞങ്ങളെ കൈവിടല്ലേ പടച്ചവനെ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. ഞങ്ങൾക്ക് നരകം പേടിയായതുകൊണ്ടാ അല്ലാ. അല്ലാ, നിന്റെ മുന്നിൽ പാവിയെ പോലെ വന്ന് നിൽക്കാനുള്ള പേടി കൊണ്ടാ പടച്ചവനെ. മരിക്കുമ്പോൾ എന്തെങ്കിലും നിന്റെ മുന്നിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാനുള്ള ആഗ്രഹം കൊണ്ടാ പടച്ചവനെ. ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ, നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളാക്കിയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഖബറിലാ പടച്ചവനെ. ഈ രാത്രി അവരുടെ ഖബറിൻ്റെ അകത്തുള്ള അവസ്ഥ ഞങ്ങൾക്കറിയില്ല പടച്ചവനെ. നീ കരുണ കാണിക്കണേ അല്ലാ. തീ കൊണ്ട് നിറയ്ക്കല്ലേ അല്ലാ, തീ കൊണ്ട് നിറയ്ക്കല്ലേ അവർ. അല്ലാഹുവേ, നീ അവരെ വേദനിപ്പിക്കല്ലേ അല്ലാ. നീ കരുണ കാണിക്കും പടച്ചവനെ, നീ വിശാലമാക്കും പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ ഈ രാത്രി ഇവിടെ ഇരുന്നതിൻ്റെ പേരിലെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും മരിച്ചവർക്ക് നീ സ്വർഗം കൊടുക്കുക റഹ്മാനെ. ഞങ്ങളുടെ ഈ ശഫാഅത്ത് സ്വീകരിക്കും പടച്ചവനെ. അല്ലാഹുവേ, നീ അവരുടെ മണ്ണറ അല്ലാഹുവേ നരകത്തീ കൊണ്ടാരവാക്കല്ലേ പടച്ചവരെ. അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാ, ഞങ്ങളുടെ വാപ്പ, ഞങ്ങളുടെ ഉമ്മ, അല്ലാ, നീ അവരെ കൈവിടല്ലേ അല്ലാ, പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. പ്രായമായവർ പലരും രോഗികളാ അല്ലാ, ശിഫ നൽകു പടച്ചവനെ. വേദനിപ്പിക്കല്ലേ തമ്പുരാനെ. അവര് കണ്ണുനീര് കുടിക്കുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളും രോഗികളാ അല്ലാ. ഗുളിക കഴിക്കുന്നവരുണ്ട് പടച്ചവനെ, ഇൻസുലിൻ എടുക്കുന്നവരുണ്ട് പടച്ചവനെ, മരുന്നില്ലാത്ത രോഗികളുണ്ട് പടച്ചവനെ. നീ ഏറ്റവും വലിയ ഡോക്ടറല്ലേ അല്ലാ, നിനക്ക് നിസ്സാരമല്ലേ അല്ലാ. ഞങ്ങളുടെ അറുക്കല്ലേ അല്ലാ, അറുത്ത് മുറിക്കല്ലേ അല്ലാ, കൈകാലുകൾ വെട്ടിമാറ്റല്ലേ അല്ലാ, ഈ ശരീരം വെട്ടിക്കീറല്ലേ അല്ലാ. പടച്ചവരെ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ പടച്ചവൻ. ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തവരാ അല്ലാ. ഞങ്ങളോട് നീ കരുണ കാണിക്കണേ പടച്ചവന്. ഞങ്ങളുടെ കുടുംബക്കാർക്ക് ഞങ്ങളെ ഒരു ബാധ്യതയാക്കല്ലേ അല്ലാ. എല്ലാരും ഞങ്ങള് കുത്തുവാക്ക് പറയുന്നത് പരിഹസിക്കുന്നത് കേൾക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, എപ്പോൾ എവിടെ വെച്ചാ മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല നാഥാ. ഒരു നല്ല മരണം കിട്ടാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളൊന്നും ചെയ്തു വെച്ചിട്ടില്ല റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നല്ല ഒരു മരണം നിന്റെ കരുണ കൊണ്ട് നൽകണേ പടച്ചവനെ. മരണവേദന നീ കുറച്ചു തരണേ അല്ലാ.
മലമൂത്ര വിസർജനം നടത്തി മുഖമൊക്കെ കറുത്ത് കണ്ണൊക്കെ തെള്ളി അല്ലാ ജനങ്ങളെ പേടിപ്പിക്കുന്ന രീതിയിൽ മരിച്ചു കിടക്കുന്നവരവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ നീ ഞങ്ങളോട് കരുണ കാണിക്കണേ റഹ്മാനെ. ഈമാനുള്ള മരണം തരണേ പടച്ചവരെ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന പാപത്തിന്റെ പേരിൽ ഞങ്ങളുടെ അവസാനം നീ മോശമാക്കില്ലേ അല്ലാ. ഞങ്ങളുടെ ആക്കിബത്ത് നീ മോശമാക്കില്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. ഈ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് നരകത്തിൽ പോകുന്ന അവസ്ഥ വരുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാർ നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ പടച്ചവൻ. സ്വാലിഹത്തുകളാക്കണേ പടച്ചവനെ, സ്വാലിഹത്തുകളാക്കണേ റഹ്മാനെ. കരുണക്കടലായ പടച്ച റബ്ബേ ഞങ്ങളെ നീ കൈവിടല്ലേ തമ്പുരാനെ. ഒരുപാട് സഹോദരങ്ങളെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് റബ്ബേ. ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. പലിശയിൽ പെട്ടുപോയിട്ട് രക്ഷപ്പെടാൻ വേണ്ടി കിടന്ന് കരയുന്നവരുണ്ട് റഹ്മാനെ. എന്തെങ്കിലും ഒരു വഴി തുറന്നുകൊടുക്കണേ അല്ലാ. പടച്ചവനെ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ പടച്ചവനെ. വിവാഹപ്രായമെത്തിയവർക്ക് നല്ല ജീവിതം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മനസ്സ് നിനക്കറിയാമല്ലോ റബ്ബേ. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ ജമാഅത്തിന്റെ പരിപാലന സമിതിയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഇവർക്കൊക്കെ നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ ഇരിക്കുന്ന ഒരാളെയും നീ മറക്കല്ലേ പടച്ചവനെ. മരിക്കുമ്പോൾ ഇതിന്റെ പ്രതിഫലം നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ പടച്ചവനെ. അല്ലാഹുവേ ഭക്ഷണം കൊടുക്കുന്നവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ആയിരങ്ങൾ ഈ ലൈവിൽ കാത്തിരിക്കുന്നുണ്ട് പടച്ചവനെ. ആമീൻ പറയാൻ കാത്തിരിക്കുന്നവരാ അല്ലാ. നീ അവരെ കൈവിടല്ലേ അല്ലാ. നീ അവരെ കൈവിടല്ലേ അല്ലാ. അവരുടെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിക്കണേ അല്ലാ. അവരുടെ അവസാന സമയം നീ നന്നാക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഈ കാണുന്ന ഈ കണ്ണുകൊണ്ട് നിന്റെ ലിഖാ കാണാൻ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ നിന്റെ പള്ളിക്ക് വേണ്ടി സദക്ക നൽകിയവരെ നീ തെരഞ്ഞെടുത്തവരാ അല്ലാ. നിന്റെ അതിഥികളാ അല്ലാ. അവരെ നീ കൈവിടല്ല പടച്ചവനെ. ലക്ഷങ്ങൾ നൽകിയവരുണ്ട് പടച്ചവനെ. 313 രൂപ തന്നവരുണ്ട് പടച്ചവനെ. നിന്റെ മുന്നിൽ വലുതും ചെറുതും ഇല്ലല്ലോ അല്ലാ. എല്ലാം നിനക്ക് വേണ്ടിയാണല്ലോ അല്ലാ. അവരുടെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് അവർക്ക് അതിന്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ തമ്പുരാനെ. കണ്ടു മരിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ പ്രവാസികളെ നീ സഹായിക്കണേ അല്ലാ. അവരുടെ ജോലിയിൽ സ്ഥിരത നൽകണേ അല്ലാ. പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അല്ലാഹുവേ നിന്റെ തൃപ്തി മാത്രം കരുതി ഈ പ്രഭാഷണം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് സഹോദരിമാർ, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. നിന്റെ വജ്ഹ് പ്രതീക്ഷിക്കുന്നവരാ കൈവിടല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഈ പ്രഭാഷണം ലൈവ് ചെയ്യുന്ന സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. പടച്ചവനെ റബ്ബേ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ നിഷാദു മയ്യത്തുങ്കര എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരനാ അല്ലാഹുവേ പടച്ചവനെ. ആ സഹോദരന്റെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ പടച്ചവനെ. ആഫിയത്ത് നൽകണേ തമ്പുരാനെ. തന്റെ ഭാര്യ സന്താനങ്ങളെ കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച സഹോദരനാ അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആ സഹോദരന്റെ സദക്ക സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ പ്രത്യേകിച്ച് മഅദനി ഉസ്താദ് വല്ലാത്ത പ്രയാസത്തിലാണ് റഹ്മാനെ. കൊല്ലങ്ങളായിട്ട് ജയിലറയിലാണ് തമ്പുരാനെ. ആ പാപത്തിനോട് നീ കരുണ കാണിക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മോചനം കൊടുക്കണേ അല്ലാ. ഈ അവസാന കാലമെങ്കിലും തൻ്റെ കുടുംബത്തോടൊപ്പം നാട്ടിൽ വന്ന് ജീവിക്കാൻ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ ഒരു സഹോദരി തൻ്റെ കടങ്ങൾ മാറുന്നതിന് വേണ്ടി പാണ്ടിക്കാട് നിന്ന് സ്വീകരിക്കണേ അല്ലാ. എന്തെങ്കിലും വഴികൾ തുറന്നു കൊടുക്കണേ പടച്ചവനെ. കടക്കാരിയാക്കി മരിപ്പിക്കണേ
ബാധിപ്പിക്കല്ലേ തമ്പുരാനെ. അള്ളാഹുവെ 3 ലക്ഷത്തിൽ പരം സ്വലാത്തുകൾ പറഞ്ഞു വെച്ചിട്ട് എൻ്റെ പെങ്ങന്മാർ റബ്ബെ സ്വീകരിക്കണേ അല്ലാ. അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിലേക്ക് നീ എത്തിക്കണേ പടച്ചവനെ. അള്ളാഹുവെ അവരുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിക്കണേ തമ്പുരാനെ. സമാധാനം കൊടുക്കണേ പടച്ചവനെ. ഭർത്താക്കന്മാരെ നന്നാക്കണേ പടച്ചവനെ. മക്കൾക്ക് നല്ല ജീവിതം കൊടുക്കണേ പടച്ചവനെ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ പടച്ചവനെ. അള്ളാഹുവെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇഖ്ലാസ് നൽകണേ തമ്പുരാനെ. അവരുടെ കുടുംബ ജീവിതത്തിലും നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ചവനെ ഈ ദുആയ നീ കബൂലാക്കണേ അല്ലാ. അള്ളാഹുവെ ഈ പള്ളിയുടെ പണി നീ എളുപ്പത്തിലാക്കണേ പടച്ചവനെ. തടസ്സങ്ങൾ വരുത്തല്ലേ പടച്ചവനെ. വഴി അടയ്ക്കല്ലേ പടച്ചവനെ. തട്ടുന്ന വാതിലുകൾ തുറക്കണേ പടച്ചവനെ. ഒരു നാടിൻ്റെ പ്രതീക്ഷയാ അല്ലാ, ഒരു നാടിൻ്റെ സ്വപ്നമാ അല്ലാ പടച്ചവനെ. ഓഫർ ചെയ്ത പലർക്കും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാ പടച്ചവനെ. മനസ്സിൻ്റെ ഉള്ളിൽ പ്രയാസം കൊണ്ട് വേദനിക്കുന്നവരുണ്ട് റഹ്മാനെ. എന്തെങ്കിലും ഒരു വഴി തുറന്നു കൊടുക്കണേ അല്ലാ പടച്ചവനെ. പട്ടാമ്പിയിൽ നിന്നൊരു സഹോദരി, ഒരു സഹോദരൻ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാ പടച്ചവനെ. റോഡരികിൽ കിടന്നു മരിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നൊരവസ്ഥ വരുത്തല്ലേ അല്ലാ. ജനങ്ങളെ കാണിക്കാൻ പോലും കൊടുക്കാതെ മയ്യത്ത് കബറടക്കുന്ന മരണം തരല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ പെട്ടെന്ന് യതീമീങ്ങളാക്കല്ലേ പടച്ചവൻ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ലേ പടച്ചവനെ. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഞങ്ങളെ കൊണ്ട് തന്നെ നീ കബറടപ്പിക്കല്ലേ അല്ലാ പടച്ചവനെ. ഞങ്ങൾക്കാർക്കും പടച്ചവനെ ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ പടച്ചവനെ. അള്ളാഹുവെ ഒരുപാട് പണമൊന്നുമില്ലെങ്കിലും കുടുംബത്തോടൊപ്പം സമാധാനത്തോടെ ഒരാളുടെ മുന്നിൽ കൈനീട്ടി ജീവിക്കാത്ത ഉള്ള സമ്പത്ത് നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെ പെമ്മക്കളെ നീ സ്വാലിഹത്തുകളാക്കണേ അല്ലാ പടച്ചവനെ. ഞങ്ങളുടെ പെമ്മക്കളെ ഞങ്ങളുടെ കൈ കൊണ്ട് തന്നെ പിടിച്ച് നിക്കാഹ് നടത്തി കൊടുക്കാറുള്ള ഭാഗ്യം തരണേ അല്ലാ. ഈ സമുദായത്തിന് നാണക്കേട് വരുത്തി വെക്കുന്ന മക്കളാക്കല്ലേ പടച്ചവനെ. അനുസരണയുള്ള മക്കളാക്കണേ റഹ്മാനെ. അള്ളാഹു ഈ ദുആയ നീ സ്വീകരിക്കണേ അല്ലാ പടച്ചവനെ. ഞങ്ങൾ ആരെയും നീ കൈവിടല്ലേ പടച്ചവനെ. വിദ്യാർത്ഥികൾ ഈ സദസ്സിലിരിപ്പുണ്ട്. ആ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളിൽ പെടുത്തണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ മുസമ്മിൽ ഉസ്താദിന്റെ യാത്രയിൽ നീ ബറക്കത്ത് ചെയ്യണേ പടച്ചവനെ. എല്ലാ ശർറുകളെ തൊട്ടും നീ കാക്കണേ പടച്ചവനെ. നാട്ടിൽ ചെന്ന് മാതാപിതാക്കളെ കണ്ട് സന്തോഷത്തോടെ നിന്ന് തിരിച്ച് ഈ പള്ളിയിൽ വന്ന് ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ പടച്ചവനെ. സലീം ഉസ്താദിന്റെ വീടിന്റെ പണി നീ എളുപ്പത്തിലാക്കണേ തമ്പുരാനെ. സഹായിച്ചവർക്ക് നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ മണ്ണറ നീ മണിയറയാക്കണേ പടച്ചവനെ. ഉമ്മയ്ക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ പടച്ചവനെ. കൂടപ്പുറപ്പുകൾ അള്ളാഹുവെ. ജ്യേഷ്ഠൻ്റെ നട്ടെല്ലിന് ചെറിയ പൊട്ടലുണ്ട് അള്ളാഹുവെ, നീ ശിഫ കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ വീടിൻ്റെ വാപ്പയ നീ ആഫിയത്ത് കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ എൻ്റെ ഭാര്യയുടെ പിതാവിൻ്റെ ഖബറ് വിശാലമാക്കണേ അല്ലാ. അവിടുത്തെ ഉമ്മയെയും മക്കളെയും നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവെ എൻ്റെ ഭാര്യ ഞങ്ങളെ സ്വർഗത്തിലും നീ ഒന്നാക്കണേ പടച്ചവനെ. എൻ്റെ 2 മക്കൾ രണ്ടുപേരെയും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ പടച്ചവനെ. ഈ ശബ്ദം നിലനിർത്തണേ പടച്ചവനെ. അള്ളാഹുവെ ഒരുപാട് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്, എല്ലാം നിനക്കറിയാം. പരാതി പറയുകയല്ല അല്ലാ, നീ ശിഫ നൽകണേ പടച്ചവനെ. അഹങ്കാരം തരല്ലേ അല്ലാ. ജീവിതത്തിൽ ചെയ്ത ളുൽമുകൾ മുഴുവനും നീ പുറത്തു തരണേ അല്ലാ. അള്ളാഹുവെ ഞാൻ വല്ലാതെ സ്നേഹിച്ച ഒരു സഹോദരൻ മരണപ്പെട്ടു റബ്ബേ. 40 ദിവസം കഴിഞ്ഞു അള്ളാഹുവെ. ആ തങ്ങളുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. സ്വർഗപൂങ്കാവനമാക്കണേ പടച്ചവനെ. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്ക് ഈമാൻ കൊടുക്കണേ റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ അള്ളാഹുവെ ഭാര്യയെയും മകനെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ കണ്ണീരിന് പകരം നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ മരിക്കേണ്ടവരാണെന്നുള്ള ഓർമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ.
അള്ളാഹു ഈ ദുആയെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ ഇത് അവസാന ദുആ ആക്കല്ലേ അല്ലാ, ഇത് അവസാന രാത്രിയാക്കല്ലേ അല്ലാ, ഇത് അവസാന മജ്ലിസാക്കല്ലേ അല്ലാ. അള്ളാഹുവെ ഇന്നിവിടെ നിന്നു പിരിഞ്ഞു അല്ലാ, നാളെ സുബഹിക്ക് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ച ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ പടച്ചവനെ, തൗബയാക്കണേ റഹ്മാനെ, തൗബയാക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. ഇൻഷാ അല്ലാഹ് നാളെ ഉച്ചയ്ക്ക് ശേഷം സഹോദരിമാരുടെ ക്ലാസ് ഉണ്ട് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നാളെ കോട്ടയത്ത് വെച്ച് സംഭരണത്തിനുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. ബഹുമാന്യനായ അബ്ദുസ്സമദ് പൂക്കുട്ടൂർ സാഹിബ് അൽഹംദുലില്ലാഹ് കഴിവിൻ്റെ പരമാവധി പങ്കെടുക്കാൻ കഴിയുന്നു.